മോക്ക് ടെക്സ്റ്റ് 13 സിറാക്ക് 46. ചോദ്യം 1. തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു. ആര്? മോശ, കാലെബ്, ജോഷുവ. 2. ജോഷുവയുടെ കരം തടഞ്ഞു നിർത്തിയത് എന്തിനെ? ചന്ദ്രനെ, സൂര്യനെ, ഭൂമിയെ. 3. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ച ജോഷുവയ്ക്ക് ഉത്തരമരുളിയത് എങ്ങനെ? കൊടുങ്കാറ്റയച്ച്, കന്മഴ അയച്ച്, പേമാരി അയച്ച്. 4. ജനതകൾ ജോഷുവയുടെ സേനാബലം കണ്ടത് എവിടെ വെച്ച് ശത്രുക്കളെ നശിപ്പിച്ചപ്പോഴാണ്? സീനായി മലയിൽ വെച്ച്, ജോർദാൻ നദിയിൽ വെച്ച്, ബത്ത് ഹാറോൺ ഇറക്കത്തിൽ വെച്ച്. 5. 6 ലക്ഷം യോദ്ധാക്കളിൽ 2 പേർ അവശേഷിച്ചവരിൽ 9-ാം വചനത്തിൽ സൂചിപ്പിക്കുന്നത് ആരെ? ജോഷുവ, കാലെബ്, സാമുവൽ. 6. എവിടെ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് 12-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? യുദ്ധക്കളത്തിൽ നിന്ന്, ശവകുടീരങ്ങളിൽ നിന്ന്, താഴ്വരകളിൽ നിന്ന്. 7. വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിയിച്ചത് ആര്? സാമുവൽ, ന്യായാധിപന്മാർ, യാക്കോബ്. 8. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കിയത് എപ്പോൾ? ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചപ്പോൾ, ദഹനബലി അർപ്പിച്ചപ്പോൾ, പരിഹാരബലി അർപ്പിച്ചപ്പോൾ. 9. ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്ത ഭരണാധികാരികളെയും നിർമാർജനം ചെയ്തത് ആര്? സാമുവൽ, കർത്താവ്, യാക്കോബ്. 10. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും രാജാവിന്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ആര്? സാമുവൽ, ദാവീദ്, ന്യായാധിപന്മാർ. ഉത്തരങ്ങൾ: 1. ജോഷുവ. 2. സൂര്യനെ. 3. കന്മഴ ബത്ത് ഹാറോൺ ഇറക്കത്തിൽ വെച്ച്. 5. കാലെബ്. 6. ശവകുടീരങ്ങളിൽ നിന്ന്. 7. സാമുവൽ. 8. ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചപ്പോൾ. 9. കർത്താവ്. 10. സാമുവൽ.